നിങ്ങളെന്താണ് ചായ കുടിക്കണില്ലേ? എന്താ വാസേട്ടാ നിങ്ങൾ ഇങ്ങനെ പെരുവൃ? അല്ല പിന്നെ രാവിലെ തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് വന്നിട്ട് കേറും. എന്തൊരു കഷ്ടാത്. വല്ലാതൊരു മനുഷ്യന്മാര്. ഏതായി ചെയ്തത്? ഓ രാവിലെ തന്നെ നശിപ്പിച്ചത് പണ്ടാറടങ്ങാൻ. ഓ മനസ്സിലായി, ഓടി കിട്ടിയില്ലാന്ന് അല്ലേ കുഞ്ഞാപ്പു? ഈ കണക്കിന് പോയാ എനിക്ക് ഓടിയല്ല അടി കിട്ടുക. ആ ഇതൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് കോരിച്ച വെള്ളാന്നറിയോ? ഇത് കണ്ട ആ പാത്രങ്ങളൊക്കെ നശിപ്പിച്ചു പണ്ടറങ്ങാൻ. പോട്ടെ വാസേട്ടാ, ഓന് ഓടിയിട്ടല്ലേ നിങ്ങള് സോഡ എടുത്താണേ. അതെ നമ്മളെ കുഞ്ഞലുവ എന്റെ മോളില്ലേ ഓടിന് കത്തിന് പോണു. ആരുടെ മോള്? എടാ ഇജ് ആരുടെ കാര്യമായി പറയണത്? നമ്മളെ കുഞ്ഞലുവ എന്റെ മോള് ഓടിന് കത്തിന് പോണു. ആരുടെ മോള്? കുഞ്ഞില് വെക്കാന മോളോ? ആ മോളെ കുട്ടി. മോളെ കുട്ടിയോ? കുട്ടിക്ക് എന്താ പറ്റിയേ? ഓടിന് പോണു. അല്ലപ്പോ ലോറിന്ന് വീണുന്നോ? ലോറിയല്ല, ഓടി ബാര പൊട്ടി. ബാരല്ലേ ബാര പൊട്ടിങ്ങനെ ഓടിന്റെ ആ കോരിയിലെ കയം ആ കയത്തിന് വീണു. കയത്തില് വീണുന്നോ? സമാധാനായി. കുഞ്ഞില് വെക്കന്റെ മോളുടെ മോൻ കയത്തിൽ വീണെന്ന് നീ പറഞ്ഞേ? അതന്നെ. എന്റെ ഈശ്വര, പടച്ചോൻ കാത്തു. ഇന്നത്തെ സായാഹ്ന കാലത്തിലെ പ്രധാന വാർത്ത ഇതായിരിക്കും. എന്തൊരു സന്തോഷം. തന്നെ പോലുള്ള പത്രക്കാർക്ക് അന്യന്റെ ദുരന്തം പോലും വലിയ ആഘോഷോ? ഇതെന്റെ ചോറ. സെൻസേഷണലായ വാർത്ത ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് എന്റെ പ്രധാന ജോലി. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമെന്ന് കേട്ടില്ലേ? സ്വന്തം കുടുംബത്തിലാണ് ഇതൊക്കെ സംഭവിച്ചെങ്കിലോ? അതെ, നിങ്ങൾ വെറുതെ തർക്കിച്ച് നേരം കളയണ്ട, നമുക്കൊന്ന് പോയി നോക്കാം. വരി. ഈ പേപ്പറൊന്നും തീരെ ക്ലിയറില്ലല്ലോ. ഇത് ഇരുട്ടത്ത് അറ്റടിച്ചാന്നതുകൊണ്ട് ഈ കണ്ണടന്ന് ഊരി പിടിക്കും BBC. എന്നിട്ടൊന്നും മനസ്സിലാവില്ലല്ലോ. അതിനെ പേപ്പർ നേരെ പിടിക്ക്. ഒരാൾക്ക് കൂടി എലിപ്പനി. അല്ലോ രക്ഷപ്പെട്ടു. ഞാനും വരില്ലല്ലോ. ഞാൻ മേടിച്ച് നടത്തിയത്. ഒരു സ്ട്രോങ് ചായ. ഇതെന്താ മീറ്റ് പോയ വളുപ്പിന്റെ വായന? ഫ്യൂസ് കെട്ടിട്ട് വരിക എന്റെ BBC. ചായ കുടിക്കുന്നു? ഞാൻ ഇപ്പൊ കുടിച്ചോളൂ. കൃഷ്ണേട്ടാ ഇതാ ചായ. അല്ല ഇതാര്? നമ്മുടെ ഗാനം പോലും കേസ് ചിത്രയോ? ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലേ? കൃഷ്ണേട്ടാ രാവിലെ തന്നെ കളിയാക്കാൻ നിൽക്കണ്ട. എനിക്ക് നല്ലൊരു പേരുണ്ട്, അത് വിളിച്ചാ മതി. പേരുണ്ടെന്നുള്ളതൊക്കെ ശരിയാ. അത് നല്ലതാണോ ചീത്തയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോ അല്ലേ? കൃഷ്ണേട്ടാ ചിരിക്കണ്ട, നോക്കിക്കോ. ഒരിക്കൽ ഞാനും ഒരു പാട്ടുകാരിയാവും. അന്ന് ആരാധകരൊക്കെ ഓട്ടോഗ്രാഫിനായി ക്യൂ നിൽക്കുമ്പോ അങ്ങ് വന്നേക്ക്, ഞാൻ തരാം. രഞ്ജിനി അങ്ങനെ തമാശക്കണ്ട. ഒരു ചാൻസ് വരുന്നുണ്ട്. ഒരു റിയാലിറ്റി ഷോക്ക് വേണ്ടിയുള്ള മ്യൂസിക് കോമ്പറ്റീഷൻ 2-3 മാസങ്ങൾക്കകം ടൗണിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ സമയമാകുമ്പോ ഞാൻ അറിയിക്കാം. പിന്നെ ഞങ്ങൾ പത്രക്കാർ വിചാരിച്ച ഒരാളെ വളർത്താനും തളർത്താനും ഒക്കെ സാധിക്കും. തമാശ പറഞ്ഞ കാര്യാവോ? ഫോട്ടോഗ്രാഫിനായിട്ട് ക്യൂ നിൽക്കേണ്ടി വരുമോ? ഓട്ടോറിക്ഷയോ? അനക്ക് തീവണ്ടി വാങ്ങിത്തരാം. അല്ലോ അത് നമുക്ക് ചാവൂല. പറഞ്ഞ മാറ്റണ്ട ഒരു ഓട്ടോറിക്ഷ. പിന്നെ കുറച്ചങ്ങ് സൈഡാക്കി എത്ത്. അല്ല ഈ 4ാമത്തെ അമ്മനാജിന്റെ വീടേതാ? അതിപ്പോ നിങ്ങൾ അവിടെ പോയി ചോദിക്കണ്ടേ, ഇവിടെ ഒന്ന് ചോദിച്ചിട്ടെന്താ? ആട്ടെ, നിങ്ങൾ എവിടുന്നാ? എന്റെ പേര് മോയിൻകുട്ടി. പെങ്കത്തിന്റെ ഏർപ്പാടാണ്. ബ്രോക്കറാണല്ലേ? അങ്ങനെ പറയും. പക്ഷെങ്കിൽ നിങ്ങളെ പോലെ വിവരല്ലോ അങ്ങനെ പറയരുത് കേട്ടോ. പരസ്പരം ഒന്നിക്കാൻ കൊതിക്കുന്ന 2 ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു പാമ്പൻ പാലാണ് ഇന്നെ പോലല്ലോലേ. അല്ല നിങ്ങളെ പേര് ഏതാ? അല്ല അമ്മദാജിക്ക് ഒരു മോളുണ്ടെന്ന് അറിഞ്ഞല്ലോ. ഞമ്മളെ കജിലാണെങ്കിൽ പുകമ്പയം പോലത്തെ ഒരു ചെക്കനും ഉണ്ട്. മോത്തുകിട നോക്കിയാണ്ടല്ലോ കണ്ണെടുക്കൂല. എന്നിട്ട് എവിടെയാ പൂവമ്പഴം? മജീദേ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ രസം തിരക്കിലാണ്, പിന്നെ വിളിക്കാം.
ഇതാ പൂവമ്പഴം. അല്ല, പൂവമ്പഴം എന്താ ടാറമ്പീപ്പയില് വീണ? പൂവമ്പഴത്തിന്റെ നിറാണെന്ന് പറഞ്ഞിട്ട് കാരക്കന്റെ നിറം പോലും ഇല്ലല്ലോ. ഇതായിട്ടായിട്ട് ചെന്നാലേ ആചാര്യങ്ങളുടെ മുഖത്തുനിന്ന് കൈയെടുക്കൂല. ഗ്രാമർ കമ്മിയാ? അഥവാ കുറച്ച് ഗ്രാമർ കമ്മിയായ തന്നെ എന്താന്ന് പൂത്ത കായുണ്ടെന്ന്. അതന്നെയാണ് നല്ല മണം. അതും പറഞ്ഞ അങ്ങോട്ട് ചെല്ല്. ആചാര്യക്ക് ആകെ ഒരു മോള. ഈ നാട്ടില് ഓളത്ര സുന്ദരിയായ വേറെ പെണ്ണില്ല. ഈ കണ്ട സ്വത്ത് മുഴുവൻ ഓൾക്കുള്ളതാ. കെട്ടാൻ വരണോ പണം ലോനാകണമെന്നൊന്നും മൂപ്പരിക്കില്ല. നല്ല തറവാടിയായിരിക്കണം, അതിലേറെ സുന്ദരനും മൊഞ്ചുള്ളൊരു മണവാളിനെയാണ് മൂപ്പർക്ക് ആവശ്യം. അല്ലാതെ ഈ സൈസ് ഒരു കരിങ്കുട്ടിച്ചാത്തനല്ല. അല്ല അപ്പാട് പോണ്ടേ? ആ, അതാ രണ്ടാളുടെ ആരോഗ്യത്തിന് നല്ലത്. ആ കുട്ടി അവിടെ ഇല്ല, കോളേജിൽ പഠിക്കുക, ഹോസ്റ്റലിലാണ് താമസം. ഏതായാലും രണ്ടാളും ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് ഓരോ കാൽ ചായ കുടിച്ചു പോയിക്കോളി. മോളെ, 2 ചായ പേർക്ക് കൊടുത്താളെ. കായ് വാങ്ങിക്കോ, കടിയൊന്നും കൊടുക്കണ്ടാ. ആ അച്ഛ പോരാ. ഓരോന്ന് വരും ഓരോ മാൻഡലിന്റെ തൊപ്പി ഇട്ടിട്ട്. ഓൾ അത്ര വലിയ മൊഞ്ച. കൊഞ്ചിടാതടി മുത്തേ നിന്നുടെ നെഞ്ചിലാരടി അത്തറ പൂശിയ തോഴനെങ്ങ നീ ചൊല്ല് ചൊല്ല്. മുല്ലപ്പൂവേ നാണമെന്തടി അല്ലും പകലും ചിന്ത എന്തടി കള്ളനല്ലേ നിൻ കാമുകൻ കരിവണ്ട്. കുലുസിട്ടു നടക്കും കാറ്റേ എനിക്കിഷ്ടം നിന്നോടല്ലേ. ഇശൽ പാടും പൂങ്കുയിലാളെ നീ വരുമോ, അരികിൽ നീ വരുമോ. തോഴനെങ്ങ നീ ചൊല്ല്. കുഞ്ഞുങ്ങൾ തെളിനീരൊഴുകും പുഴ താലോലം തൂമഞ്ഞിലുറങ്ങും താഴ്വാരം. തെളിനീരൊഴുകും പുഴ താലോലം തൂമഞ്ഞിലുറങ്ങും താഴ്വാരം. നറുമലരുകൾ പരിമളമേകും ആരാമം. ഓഹോ ഓഹോ തത്തപ്പെണ്ണെ കൊഞ്ചിടാതടി മുത്തേ നിന്നുടെ നെഞ്ചിലാരടി അത്തറു പൂശിയ തോഴനെങ്ങ നീ ചൊല്ല്. ചിന്ത എന്തടി കള്ളനല്ലേ നിൻ കാമുകൻ കരിവണ്ട്.
നടുമുറ്റം മർഹബ നേരാൻ പൂരികളണയും കവിളിൻ നവരത്നം മൈലാഞ്ചിയരയ്ക്കും പൂമാനം മൈ കണ്ണിനകൾക്കിനിയുന്മാദം മൈലാഞ്ചിയരയ്ക്കും പൂമാനം മൈ കണ്ണിനകൾക്കിനിയുന്മാദം മൃദുമേനി മുഴുക്കിയാരുടെ സമ്മാനം ഹേ 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 ഹായ് ഹാ 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 കത്തപ്പെണ്ണെ കൊഞ്ചിടാതടി മുത്തേ നിന്നുടെ നെഞ്ചിലാരടി അത്തറ് പൂശിയ തോടനെങ്ങ് നീ ചൊല്ല് ചൊല്ല് മുല്ലപ്പൂവേ നാണമെന്തടി അല്ലും പകലും ചിന്തയെന്തടി കള്ളനല്ലേ നിൻ കാമുകൻ കരിവണ്ട് കുലുസിട്ടു നടക്കും കാറ്റേ എനിക്കിഷ്ടം നിന്നോടല്ലേ ഇശപ്പാടും പൂങ്കുയിലാളെ നീ വരുമോ അരികിൽ നീ വരുമോ കിന്നാരം കാതിൽ പറയാമോ കത്തപ്പെണ്ണെ കൊഞ്ചിടാതടി മുത്തേ നിന്നുടെ നെഞ്ചിലാരടി അത്തറ് പൂശിയ തോടനെ